ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രസൻറ്റ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. They want to tell you right now. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. Tell you right now. Yes. ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തതോ ആയിട്ടുള്ള സാഹചര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ പോലും ഈ വ്യക്തി വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ തീർത്തും സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ ഓൾറെഡി ചേസ് ചെയ്തിരുന്നത്, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളിൽ നിന്ന് ഉണ്ടായപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുന്നത്, നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോവുകയാണോ, നിങ്ങൾ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലായോ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയോ, ഇങ്ങനെയുള്ള ഡൗട്ടുകൾ ഈ വ്യക്തിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കലി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ പോലും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം, ഈ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യണം, പരസ്പരം തുറന്ന് സംസാരിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പറഞ്ഞു തീർക്കണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് നിങ്ങളോട് മെയിനായിട്ടും അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ചില ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാരണം. ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഒരുപാട് ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. അത് ഒരു ലൈഫ് ലെസൺ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു സമയത്ത് നിങ്ങൾ തന്നെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഫോക്കസ് ആവാനോ ഒന്നും അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അവർ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അവരങ്ങനെ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസരം ആ വ്യക്തിയുടെ മുന്നിൽ വരണുണ്ട്. അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയതെന്ന് അവർ നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അങ്ങനെയുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ആയിട്ടുള്ളത്. അവരെന്താണ് റിയലി സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് തുറന്നു പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവർ മേ ബി നിങ്ങളില്ലാത്ത അവസരത്തിൽ അവർക്ക് മറ്റ് ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകേണ്ടതായിട്ട് വന്നു. ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ടും അവർ പറയുന്നത് ആ ഒരു സമയത്ത് പോലും, നിങ്ങളെ വിട്ടുപോയ സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ഓർമ്മകളോ ഒന്നും ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ആ ഒരു അവസരത്തിൽ പോലും അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നും നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയതൊന്നും തന്നെ ഒട്ടും വാല്യുബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴും അവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നുള്ളതാണ് ഈ വ്യക്തി കൂടുതലായിട്ടും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്.
സോ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് തന്നെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. അവർ ഒന്നും ചിന്തിക്കാതെ ഇനി എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും ആരൊക്കെ എതിർത്താലും ഇനി അതിനെ അവർ ബോധർ ചെയ്യില്ല. ഇനി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുടെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് അങ്ങനെയുള്ള കാരണങ്ങളാണെങ്കിൽ ഇത്രയും നാളും അവർ അതിനെക്കുറിച്ച് ബോധേഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചാലും സാരമില്ല, ഇനി നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഓക്കെ, ഈ ഒരു മെസ്സേജസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, clarification, messages from your person. യെസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റിയുടെ ലഭ്യമാകുന്നത്. അവർ തീർത്തും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. യെസ്, തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. അവർ അതിലൂടെ നിങ്ങളിലേക്ക് വന്ന് ചേരും. മേ ബി അത് മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം. അവർ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഇവിടെ ഒരു റിയൂണിയൻ സാധ്യതയാണ് കാണുന്നത്. വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. ഈ റീഡിങ് കേൾക്കുന്ന സമയത്തും ചില വ്യക്തികളെങ്കിലും പറയുന്നുണ്ട്, ഒരുപാട് പേരുടെ കമൻസിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇതൊന്നും നടക്കില്ല, ഇതൊന്നും എൻ്റെ ലൈഫിൽ പോസിബിൾ അല്ല, ഇത് എനിക്ക് കറക്റ്റ് അല്ല. ഇങ്ങനെ നെഗറ്റീവ് പറയാതിരിക്കുക. നിങ്ങൾ മാക്സിമം ഇതെല്ലാം എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു, ഇതിലെ പോസിറ്റീവ് എനർജീസ് എല്ലാം എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ ശ്രമിക്കുക. ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്. അവർക്കും അറിയാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് അതിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സൽ എനർജി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരും. എല്ലാ റീഡിങ്ങിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത് പോലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് റീഡിങ് കേൾക്കുന്ന മൊമെൻറ്റിൽ തന്നെ ഞാൻ പറയുന്നത് ആ സമയത്ത് ആ എനർജീസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. ആ ഒരു സമയത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫലം മാനിഫെസ്റ്റ് ആവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. ഓക്കെ ദെൻ ഐ ഫീൽ ജെലസ് ആൻഡ് ആങ്കർ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി. നിങ്ങളോട് അവർക്ക് ഒരുപാട് അസൂയ തോന്നുന്നുണ്ട്, ഒരുപാട് ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ അത്രയും ആഴത്തിൽ തന്നെ ഈ വ്യക്തി പ്രണയിക്കുന്നു എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ. അവർക്ക് ഒരുപാട് ഹേർട്ടായിട്ടുള്ള ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുകയാണ്. അത് ആ ഒരു വേദന അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ എവർ. നിങ്ങളെ അവർ ഭയങ്കരമായിട്ടുള്ള ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും നിങ്ങളെ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ കാണാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് യാത്രകൾ ചെയ്യാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുമിച്ച് ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇത്, അല്ലെങ്കിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പോ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഡിഫിക്കൾട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ് നൗ. ഇപ്പോൾ ഈ സെപ്പറേഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവരെ ഭയങ്കര ആഴത്തിൽ തന്നെ ചിന്തിപ്പിക്കുന്നു, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ യു ആർ മൈ ഓക്സിജൻ, ഇമ്പോസിബിൾ ടു സ്റ്റേ അലൈവ് വിതൗട്ട് യു. നിങ്ങളാണ് അവരുടെ ഓക്സിജൻ, ഒരിക്കലും നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പിന്നീട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയിറ്റ് ഫോർ മീ, ഐ വിൽ ബി ബാക്ക്. നിങ്ങൾ യഥാർത്ഥമായിട്ട് തന്നെ അവരെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ അവർക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളോട് പറയുകയാണ്. ഐ എം അഡിക്റ്റഡ് ടു യു, കാൺട്ട് സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു. നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷനാണ് ആ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു സ്നേഹം ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ മറക്കാനൊന്നും ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത്. ലവിങ് യു ഈസ് ലൈക്ക് ബ്രീത്തിങ്, ഹൗ കെൻ ഐ സ്റ്റോപ്പ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഇതൊരു ബ്രീത്തിങ് പോലെയാണ്, ശ്വാസം ഉച്ഛ്വാസം പോലെയാണ്, ഒരിക്കലും ഇത് നിർത്താൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ
ദി ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു. അവർ ഏറ്റവും സന്തോഷവാനായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമതിയായിട്ടിരിക്കുന്നത് അത് നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് ആയിട്ട് നമുക്ക് ഓവറോൾ എനർജിയിൽ നിന്ന് ലഭ്യമാകുന്നത്. ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് അവരിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കും അത് വ്യക്തമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള റീഡിങ് തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് റീഡിങ്ങിലൂടെ പറയാനുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം. ലെറ്റർ എൽ, ലെറ്റർ എ, ലെറ്റർ ടി, ലെറ്റർ പി, ലെറ്റർ സി, ലെറ്റർ ആർ, ലെറ്റർ ഒ, ലെറ്റർ ജെ, ലെറ്റർ എച്ച്, ലെറ്റർ ഡബ്ല്യു, ലെറ്റർ എസ്, ലെറ്റർ എം, ലെറ്റർ യു, letter B, letter F, letter Z, letter I and letter N. ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്പർ 18, ഓക്കെ, 18 എന്നുള്ള നമ്പറിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. 21, 7, നമ്പർ 3, 37, നമ്പർ 6, 17, 26, 29, 30, 32, 39, 48, 15, 51, 45, 33. ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്. വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നൊരു വ്യക്തിയുമാണ്. എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയായിരിക്കാം. ഫീൽഡിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, ആർട്ടിസ്റ്റ് ആയിരിക്കാം ഈ വ്യക്തി. ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഹെയറിൽ പ്രത്യേകതയുണ്ട്. ലോങ് ഹെയർ ആയിരിക്കാം. വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട്. വ്യക്തിയുടെ വോയിസിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. വളരെ സഡനായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതുപോലെ എടുത്തുചാട്ടം പോലുള്ള സ്വഭാവമുള്ള വ്യക്തികളുമുണ്ട്. ഒരു ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം, എസ്ട്രോളജർ ആയിരിക്കാം, ഹീലർ ആയിരിക്കാം, ടാരോട്ട് റീഡേഴ്സ് ഉണ്ടാവാം. കുറച്ചധികം ഈഗോ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ്. ഒരു ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം. പർപ്പിൾ കളർ ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അതുപോലെ റെഡ് കളർ, യെല്ലോ കളർ, പിങ്ക് കളർ, ഡീപ്പ് ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ, ഓറഞ്ച്, ഗ്രേ കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട്. ലിയോ, സജിറ്റേറിയസ്, പൈസസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, അക്വേറിയസ്, ടോറസ് ആൻഡ് കാപ്രിക്കോൺ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ഫെബ്രുവരി, ഏപ്രിൽ, മാർച്ച്, ഓഗസ്റ്റ് ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.